സുഹൃത്തുക്കളെ, 19-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം കേരളത്തെ സംബന്ധിച്ച് തുടങ്ങുന്നത് നങ്ങേലിയിലാണ്. ഇതിനെ തുടർന്ന് ദളവാക്കുളത്ത് തങ്ങളുടെ ചരിത്രപരമായ ദൗത്യം തിരിച്ചറിഞ്ഞ ഈഴവ യുവാക്കൾ അതിദാരുണമായി ഇല്ലായ്മ ചെയ്യപ്പെട്ടു. മാറുമറയ്ക്കാനുള്ള തങ്ങളുടെ അവകാശത്തിനായി പൊരുതിയ ചാന്നാർ സ്ത്രീകൾക്ക് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെ തങ്ങളുടെ ശരീരം എങ്ങനെ പൊതുവായി പ്രദർശിപ്പിക്കണമെന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനും അവരാഗ്രഹിച്ചതുപോലെ ജീവിക്കാനും സാധിച്ചു. ഈ 3 കാര്യങ്ങളിലും നമ്മൾക്ക് പൊതുവായിട്ട് കാണാൻ കഴിയുന്നത് നങ്ങേലിയിലും ദളവാക്കുളത്ത് ഇല്ലായ്മ ചെയ്യപ്പെട്ട ഈഴവ യുവാക്കളിലും ചാന്നാർ സ്ത്രീകളിലുമെല്ലാം ആത്മബോധത്തിലുറച്ച തീരുമാനവും അത് നിറവേറ്റാൻ വേണ്ടി അവർ ചെയ്ത ത്യാഗവുമാണ്. ഇതിനെ തുടർന്നൊരു സമയത്താണ് നാരായണ ഗുരു ജനിക്കുന്നത്. അദ്ദേഹത്തിലെത്തുമ്പോഴത്തേക്കും ഈ ആത്മബോധം എന്നത് കേരള സമൂഹത്തിനെ ആകെ മാറ്റാൻ കഴിയുന്ന വിധം തൻ്റെ വാക്കുകളിലൂടെയും അരുവിപ്പുറം പ്രതിഷ്ഠ പോലെയുള്ള ചിഹ്നപരമായ പ്രവർത്തികളിൽ കൂടിയും കീഴാള ജനതയുടെ ആത്മബോധമുണർത്തി അവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് 10 നൂറ്റാണ്ട് കേരളത്തിൽ നിലനിന്നിരുന്ന ദുഷിച്ച സാമൂഹിക അവസ്ഥകൾക്ക് മാറ്റമുണ്ടായത്. നാരായണ ഗുരുവിന് ശേഷമുള്ള ഒരു നൂറ്റാണ്ട് നോക്കുമ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന പ്രതിസന്ധി ഉൾപ്പെടെ സ്വാതന്ത്ര്യാനന്തരം വലിയൊരു പിന്നോട്ട് നടത്തം കേരള ജനത നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാരായണ ഗുരുവിലേക്ക് തിരിയേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നാരായണ ഗുരുവിൻ്റെ വീണ്ടെടുപ്പ് അനിവാര്യമായിരിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ആരായി കണ്ട് വായിക്കണം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഗുരു തന്നെ സ്വയം വിളിച്ചത് ശ്രീനാരായണ ഗുരു എന്നാണ്. അധ്യാപകനായിട്ട്, ആശാനായിട്ട്, ഗുരുവായിട്ട് അദ്ദേഹത്തെ കാണുന്നതാണ് ഉചിതമെന്ന് ഞാനും വിചാരിക്കുന്നു. ദൈവമായിട്ട് കാണുമ്പോൾ നമ്മൾക്ക് മേലെയുള്ള ഒരു സ്ഥാനത്തിരുത്തി അദ്ദേഹത്തെ ആരാധിക്കേണ്ടുന്ന ഒരു ബാധ്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അധ്യാപകനായിട്ട് കാണുമ്പോൾ മേൽകീഴ് ബന്ധമല്ലാതെ പാരസ്പര്യത്തിലൂന്നിയ ഒരു ആശയവിനിമയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. നാരായണ ഗുരുവും ആഗ്രഹിച്ചത് അത്തരത്തിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് ആണെന്നുള്ളത് തീർച്ചയാണ്. നമുക്കറിയാം, നാരായണ ഗുരുവിനെ ഏറ്റവും നിശിതമായി വിമർശിച്ചിരുന്ന ശിഷ്യനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനെ നാരായണ ഗുരു തൻ്റെ തുടർച്ചയായി കണ്ടിരുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള ഒരു ക്രിറ്റിക്കൽ എൻഗേജ്മെൻ്റാണ് നാരായണ ഗുരു പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാരായണ ഗുരുവിൻ്റെ വായനയിലൂടെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ വീണ്ടെടുക്കാമെന്ന് ആത്മോപദേശ ശതകത്തെ മുൻനിർത്തി ഒരു ആലോചനയ്ക്കാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, വളരെ സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഒരു പേരാണ് ശ്രീനാരായണ ഗുരു സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും ജനങ്ങൾ വില കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പം പറയുന്ന ആശയത്തിനേക്കാളും ഏത് ഭാഷയിൽ അത് പറയുന്നു എന്നത് മുൻനിർത്തി ജനശ്രദ്ധ കിട്ടുന്ന അവസ്ഥ ഇന്നുമുണ്ട്. ഇപ്പോൾ സംസ്കൃതത്തിന് കോയ്മയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ബഹുജനങ്ങൾ താൻ പറയുന്നത് കേൾക്കണമെങ്കിൽ അത്തരമൊരു ഭാഷയിൽ സംസാരിക്കേണ്ടി വരിക എന്നുള്ളത് ഗുരുവിൻ്റെ മേൽ ഒരു സമ്മർദ്ദമായി തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കുമ്പോൾ നമുക്ക് അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ട്. എന്നിരുന്നാലും വായിക്കാൽ അസാധ്യമാകും വിധം സംസ്കൃതവൽക്കരിക്കപ്പെട്ട രചനകളല്ല ഗുരുവിൻ്റെത്. ഗുരുവിൻ്റെ വാക്കിലും അതുപോലെ പ്രവൃത്തിയിലും പ്രതിഫലിക്കുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഭരണഘടനാ മൂല്യങ്ങളാണ്. ഭരണഘടന നിലവിൽ വരുന്നതിന് എത്രയോ മുൻപാണ് നാരായണ ഗുരു തൻ്റെ ധർമ്മത്തിലൂന്നിയ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. ഗുരുവിൽ അന്തർലീനമായ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ മൂല്യങ്ങൾ വന്നത് ബുദ്ധിസത്തിൽ നിന്നാവാം എന്ന് വിചാരിക്കാം. ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ ഭരണഘടനാ മൂല്യങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നല്ല, ബുദ്ധമതത്തിൽ നിന്നാണെന്ന്.
തൻ്റേതും ബുദ്ധമതം തന്നെയെന്ന് ഗുരുവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിലാണ് നാരായണ ഗുരു നിൽക്കുന്നത്. ഏതൊരു മനുഷ്യ സമൂഹത്തിൻ്റെയും അടിസ്ഥാന യൂണിറ്റ് ആ സമൂഹത്തിൻ്റെ ഭാഗമാകുന്ന ഓരോ മനുഷ്യനുമാണ്. അതുകൊണ്ട് അറിവും ചിന്തയും മാറ്റവും സാധ്യമാവുക വ്യക്തിയിലാണ്. ബോധതലത്തിൽ ആരംഭിക്കുന്ന ഈ മാറ്റം പലരിലേക്ക് പടർന്ന് പ്രവൃത്തിയിലൂടെ ആവിഷ്കരിക്കുമ്പോൾ മനുഷ്യ സമൂഹം വലിയ കുതിപ്പുകൾ തന്നെ നടത്തും. താൻ നേടിയ അറിവിലൂടെ നാരായണ ഗുരു നടത്തിയ ചിന്തയുടെ കുതിപ്പ് അത് കീഴാള ജനത ഏറ്റെടുത്തതിലൂടെയാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുൻപുള്ള 10 നൂറ്റാണ്ടിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചത്. ഒരു ഗുരുവും ഒരു ഇസവും ആരും ഒന്നും വ്യക്തിക്ക് മുകളിലല്ല എന്ന് നമുക്ക് ആദ്യം പഠിക്കാൻ കഴിയുക നാരായണ ഗുരുവിൽ നിന്ന് തന്നെയാണ്. ഭാഷയും ബോധവും ഉണ്ടായി വരുന്ന കാലം തുടങ്ങി അറിഞ്ഞും അറിയാതെയും ഉള്ളിൽ വേരുറങ്ങുന്ന മൂല്യവ്യവസ്ഥയ്ക്കനുസരിച്ച് തുടർന്നുള്ള ജീവിതം നയിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. വ്യക്തിതലത്തിൽ ഈ മൂല്യവ്യവസ്ഥയുമായി വിമർശനപരമായി സംവാദം നടത്താതെ വീടുകളിൽ, അതുപോലെ ജാതീയമായി തരംതിരിക്കപ്പെട്ട സാമൂഹിക ഇടങ്ങളിൽ, മതസ്ഥാപനങ്ങളിൽ നിരന്തരം നടക്കുന്ന സംഭാഷണങ്ങളിലൂടെ കീഴാള ജനതയെ അപരരാക്കുന്ന മൂല്യങ്ങൾ അധികാരം കൈയടക്കുന്നവരും കീഴാള ജനത തന്നെയും ആന്തരികവൽക്കരിക്കുന്നത് കൊണ്ടാണ് ഭരണഘടന നിലവിൽ വന്ന് 75 വർഷം പിന്നിടുമ്പോഴും അധികാരം ഇപ്പോഴും ജനസംഖ്യയുടെ 10% കയ്യിൽ വയ്ക്കുന്നതും ഇന്ത്യക്ക് ഒരു പ്രാതിനിധ്യ ജനാധിപത്യ രാജ്യമായി മാറാൻ കഴിയാതെ പോകുന്നതും. ജാതി ഇന്നും ഒരു മൂല്യമായി ഇന്ത്യയിലൊട്ടുക്കും കേരളത്തിലും നിലനിൽക്കുന്നു. ആത്മോപദേശം വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മൂല്യവ്യവസ്ഥയോട് നേരിട്ട് സംവദിക്കുകയും ഓരോ മനുഷ്യൻ്റെയും ആത്മത്തിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ള പാരസ്പര്യത്തിലൂന്നിയ ലോകബോധത്തിലേക്ക് ഉണരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആത്മത്തിൻ്റെ അഥവാ സെൽഫിൻ്റെ ഇവോൾവ് ചെയ്യാനുള്ള, പരിണാമപ്പെടാനുള്ള സാധ്യതകളെ ഈ കൃതി അഭിസംബോധന ചെയ്യുന്നു. അസമത്വം നിറഞ്ഞ സാമൂഹിക വ്യവസ്ഥയെ നവീനവും നിരന്തരവുമായ പ്രവർത്തനങ്ങളിലൂടെ തിരുത്തിയ നാരായണ ഗുരുവിൻ്റെ ആത്മം എങ്ങനെ രൂപപ്പെട്ടു വന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. ഗുരുവിൻ്റെ വാക്കുകൾ തന്നെയാണ് ഗുരുവിനെ വായിക്കുന്നത് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ സഹായകമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഉദ്യമം നടത്തുന്നത്. നമ്മുടെ ആത്മബോധത്തെ അറിവിലൂടെ ഉയർത്താനുള്ള സാധ്യതകൾ ആത്മോപദേശ ശതകത്തിൽ ഗുരു തുറന്നു തരുന്നു. അസമത്വം നിറഞ്ഞ സാമൂഹിക വ്യവസ്ഥയെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞ ഗുരുവിൻ്റെ സെൽഫ്, ആത്മം എങ്ങനെ രൂപപ്പെട്ടുവെന്നു, അങ്ങനെ ഒരു ആത്മത്തെ പിൻപറ്റി സാമൂഹിക സമത്വത്തിനായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആത്മത്തെ അവരവരിൽ വളർത്തിയെടുക്കാൻ കഴിയുമോ എന്ന അന്വേഷണമാണ് നടത്തുന്നത്. 10 നൂറ്റാണ്ട് നിലനിന്ന അസമത്വത്തെ ക്രിയാത്മകമായി അഭിസംബോധന ചെയ്ത ഗുരുവിൽ നിന്ന് അതിനുശേഷമുള്ള 1 നൂറ്റാണ്ട് കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള പ്രതിസന്ധികളെ മറികടക്കാനുള്ള വഴി തേടിയുള്ള വായന സാധ്യമാകും വിധം അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മുടെ മുന്നിലുണ്ട്. ഗുരുവിനെ വായിക്കുന്നതിലൂടെ ജനായത്ത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സെൽഫിനെ, ആത്മത്തെ വളർത്തിയെടുക്കാൻ കഴിയും. ചില ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് അവ ഊന്നൽ നൽകുന്ന ആത്മത്തിൻ്റെ പരിണാമ സാധ്യതകൾ നോക്കാം. 1-ാമത്തെ ശ്ലോകത്തിൽ ആത്മോപദേശ ശതകം എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തു പുറത്തു മുജ്വലിക്കും കരു നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ കരു എന്ന് പറയുന്നത് അറിവാണ്. മനുഷ്യ സഹജമായ അല്ലെങ്കിൽ മനുഷ്യ സാധ്യമായ ഏറ്റവും വലിയ കാര്യം അറിവ് നേടുക, അത് മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിക്കുക എന്നതാണ്. ആദ്യ ശ്ലോകത്തിൽ തന്നെ ഇതിനെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച ഭാഗികമായ ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ച അറിവല്ല എന്ന് തുടർ വായനയിൽ വ്യക്തമാകുന്നു. അവരവരെ അറിയുക, അതിലൂടെ അപരരെ അറിയുക, സകലതും അറിയുക, സകലതും തന്നിൽ ഉൾക്കൊള്ളുക എന്നതാണ് കരു. അപരത്വം ഇല്ല എന്നതാണ് കരു. വ്യക്തിയുടെ ശരീരവും
ബോധവും കവിഞ്ഞ് പുറത്തും ഉജ്ജ്വലിച്ച് നിൽക്കുന്ന കരു അഥവാ ആത്മജ്ഞാനം നേടണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ അറിവ് ഇങ്ങനെയൊന്നും ഉണ്ട് എന്ന മട്ടിൽ ഒരു ഗുരു പറഞ്ഞു തന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. സ്വയം അന്വേഷിച്ച് ബോധ്യം വന്ന് നമ്മളോട് ചേരേണ്ടതാണത്. ആദ്യ ശ്ലോകത്തിൽ തുടങ്ങി ഉരുവും കരുവും ശരീരവും ബോധവും തമ്മിലുള്ള പാരസ്പര്യം സൂചിതമാകുന്നു. വ്യക്തിതലത്തിൽ നമ്മൾ ഓരോരുത്തരും ശരീരവും ബോധവുമായും നമ്മുടെ എല്ലാം ശരീരങ്ങൾ ചേരുന്ന ഒരു പ്രാപഞ്ചിക ശരീരവും അതുപോലെ നമ്മളുടെ എല്ലാം വ്യക്തിബോധങ്ങൾ ചേരുന്ന ഒരു പരമമായ ഉണ്മയും ഇവ തമ്മിലുള്ള പാരസ്പര്യം, ഉരുവും കരുവും തമ്മിലുള്ള പാരസ്പര്യം തുടർന്നുള്ള ശ്ലോകങ്ങളിലും പ്രതിഫലിക്കുന്നു. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന വ്യാപാരങ്ങൾ തുടങ്ങി ഇന്ദ്രിയങ്ങളും ശരീരവും ലോകവും തന്നെ നോക്കിയാൽ സൂര്യൻ്റെ ശരീരത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് എന്നാണ് പറയുന്നത്. ആദ്യം ബോധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് ഭൗതിക ലോകത്തെക്കുറിച്ച്, ഫിസിക്കൽ വേൾഡിനെ കുറിച്ച് പറയുന്നതിലൂടെ ബോധവും ശരീരവും തമ്മിലുള്ള, അത് വ്യക്തിതലത്തിലും പ്രാപഞ്ചിക തലത്തിലും തമ്മിലുള്ള പാരസ്പര്യവും അവ തമ്മിലുള്ള അഭേദ്യ ബന്ധവും ഗുരു വ്യക്തമാക്കുന്നു. സൂര്യശരീരം എന്ന ഉരുവാണ് പ്രാപഞ്ചിക ലോകമായും ആത്മലോകമായും വ്യാപിച്ചു നിൽക്കുന്നത്. ഇത് ഗുരു നമ്മളോട് പറഞ്ഞത് കേട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആത്മാന്വേഷണത്തിലൂടെ സ്വയം ബോധ്യപ്പെടുകയാണ് വേണ്ടതെന്നും ഉടനെ തന്നെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ഭൗതിക ലോകത്തിൻ്റെ അഭേദ്യത അഥവാ വൺനെസ് വ്യക്തമാക്കാനായിട്ട് നമ്മൾ കടലിൽ കാണുന്ന തിരമാല കടലല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമുക്കറിയാമല്ലോ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ബോധതലത്തിലും അറിവും അറിയുന്ന അർത്ഥവും അറിയുന്ന ആളും ആത്മജ്ഞാനത്തിൽ ഒന്നു ചേരണം. ഇവ വേർപെട്ട് നിൽക്കാൻ പാടില്ല. അറിയുന്ന വസ്തുവും അതിനെക്കുറിച്ച് നേടുന്ന അറിവും അറിയുന്ന ആളും ബോധതലത്തിൽ ഒന്നു ചേരണം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പാരസ്പര്യം നിലനിൽക്കെ നമ്മൾ വസ്തുലോകവുമായും അതുപോലെ തന്നെ ആത്മലോകവുമായ ഉള്ള ഈ പാരസ്പര്യത്തിൽ നിന്ന്, ഈ അഭേദ്യ ബന്ധത്തിൽ നിന്ന് നമുക്ക് പിടിവിട്ടു പോകുന്നത്? ഇന്ദ്രിയ സുഖങ്ങളിൽ അഭിരമിച്ചുള്ള ജീവിതം ആത്മബോധത്തിൽ നിന്ന് വ്യക്തിയെ അകറ്റുന്നു. ഇതിൻ്റെ അർത്ഥം മനുഷ്യന് ഭൗതിക സുഖങ്ങൾ ആവശ്യമില്ല എന്നല്ല. അന്നവസ്ത്രാദിക്ക് മുട്ടുവരാൻ പാടില്ല. ആഴണം വാഴണം നിത്യം, വാഴണം സുഖം എന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ എത്ര അനുഭവിച്ചാലും മതി വരില്ല എന്ന മട്ടിൽ പോകാതെ സൂക്ഷ്മ ചിന്തയിലൂടെ കരുവെ നേടാൻ പരിശ്രമിക്കണം. സൂക്ഷ്മമറിഞ്ഞവന് മതം പ്രമാണമല്ല, മതത്തിന് അവനാണ് പ്രമാണം എന്നും ഗുരു പറഞ്ഞത് വ്യക്തിതലത്തിൽ സമഷ്ടിയെ പ്രാപിക്കാൻ കഴിയും എന്നത് വ്യക്തമാക്കുന്നു. അതിനുള്ള വഴി അറിയുകയില്ല എങ്കിൽ നമുക്ക് മുൻപേ ആ വഴി സഞ്ചരിച്ച നമ്മുടെ മുൻഗാമികളെ പിന്തുടരാം എന്നും പറയുന്നു. ഇത്തരത്തിൽ സ്വയം ഒരു വഴികാട്ടിയായിട്ടാണ് ഗുരു തന്നെ കാണുന്നത്. അന്വേഷിക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും വ്യക്തി തന്നെ. കരുവെ നേടിക്കഴിഞ്ഞാൽ പിന്നെ നരകമില്ല. ഇതാണ് മോക്ഷം. സൂക്ഷ്മ ചിന്തയിലൂടെ എത്തിപ്പിടിക്കാൻ കഴിയുന്ന മോക്ഷത്തെക്കുറിച്ച് ഗുരു പറയുന്നത് മരണശേഷം പ്രാപിക്കാൻ കഴിയുന്ന ഒരിടമായിട്ടല്ല. അത് ഭേദചിന്തയിൽ നിന്നുള്ള മോക്ഷമാണ്, അപരത്വത്തിൽ നിന്നുള്ള അപരചിന്തയിൽ നിന്നുള്ള മോക്ഷമാണ് എന്ന് ഡോക്ടർ അരുൺ അശോകൻ വിലയിരുത്തുന്നു. വ്യതിരിക്തതയും, അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സവിശേഷതയും നമ്മൾ എല്ലാവരും ഒരുമിക്കുന്ന നമ്മുടെ പാരസ്പര്യവും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു എന്ന് തുടർന്ന് പറയുന്നു. വ്യക്തിയുടെ ആത്മസത്ത ഈ പാരസ്പര്യത്തിലൂടെ കാലത്തെ അതിവർത്തിക്കും. ശ്രീനാരായണ ദർശനത്തിൽ ആത്മം
പ്രാപഞ്ചിക ആവിഷ്കാരങ്ങളും, അതായത് വസ്തുലോകവും അവയുടെ സാന്നിധ്യത്തിലൂടെ സാധ്യമായ ബോധത്തിൻ്റെ എത്തിപ്പിടിക്കലുകൾ. ഭാവന എന്ന് പറയുന്നത് ചിന്തയുടെ ഒരു കുതിച്ചുചാട്ടം, അതായത് അറിവിൻ്റെ വെളിപ്പെടലുകളും ഒന്നു ചേരുന്ന ഇടമാണ്. ആത്മമെന്നത് വസ്തുലോകവും അതുപോലെ ബോധത്തിന് സാധ്യമായ എത്തിപ്പിടിക്കലും ഒന്നു ചേരുന്ന ഇടമാണ്. അപരവൽക്കരണം അത് ചെയ്യുന്ന ആളുടെ ആത്മത്തിലുണ്ടാക്കുന്ന ഛിദ്രത്തെക്കുറിച്ച് പറയുന്ന ശ്ലോകങ്ങൾ വായിക്കാം. പ്രിയമൊരു ജാതി ഇതൻ പ്രിയം, ത്വദീയ പ്രിയം അപരപ്രിയം എന്നനേകമായി, പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം, തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം. എനിക്ക് പ്രിയപ്പെട്ടത് ഇതൊക്കെ, നിനക്ക് പ്രിയപ്പെട്ടത് വേറെ ചിലത്, ഇനി അപരന് പ്രിയമായത് ഇതൊന്നുമല്ലാതെ മറ്റെന്തൊക്കെയോ എന്നിങ്ങനെ മനുഷ്യർ ധരിച്ചു വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള ഭ്രമകൽപ്പനകളാണിത്. പ്രിയമർഹിക്കുന്ന ഒന്ന് ഒരാളുടെ പ്രിയമർഹിക്കുകയും മറ്റൊരാളുടേത് അർഹിക്കാതിരിക്കുകയും ചെയ്യാൻ തരമില്ല. പ്രിയം അപരൻ്റെതിതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും, നയമതിനാലെ നരനു നന്മ നൽകും, ക്രിയ അപരപ്രിയ ഹേതുവായി വരണം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കുഞ്ഞിൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്ന മുതിർന്നവർ ആ കുഞ്ഞിൻ്റെ നന്മയെല്ലാം ശ്രദ്ധിച്ച് വേണ്ടുന്നതെല്ലാം ചെയ്യും. തുടർന്നും അങ്ങനെ തന്നെ പോയാൽ ലോകവുമായിട്ടുള്ള തൻ്റെ പാരസ്പര്യം തിരിച്ചറിഞ്ഞ് ഭേദചിന്തയില്ലാത്ത ഒരു വ്യക്തിത്വമായി ആ കുഞ്ഞ് വളർന്നു വരും. പക്ഷേ നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ബ്രാഹ്മണിക ആൺകോയ്മയുടെയും അതുപോലെ തന്നെ മുതലാളിത്ത വ്യവസ്ഥയുടെയും ചൂഷണത്തിന് വിധേയമാക്കാൻ പാകത്തിനാണ് മുതിർന്നവർ കുട്ടികളുടെ ജീവിതം പാകപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ചിന്താശേഷി നഷ്ടപ്പെട്ട് ലോകവുമായുള്ള തൻ്റെ പാരസ്പര്യമറ്റ് തന്നെ ചൂഷണം ചെയ്യുന്ന ലോകത്തെ താനും ചൂഷണം ചെയ്യും എന്ന മട്ടിൽ ഒരു മനുഷ്യജന്മം പാഴാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. താനും അപരനും ഒന്നു തന്നെ എന്ന തിരിച്ചറിവിൽ അറിവ് പ്രാപിച്ച വ്യക്തി തൻ്റെ ഓരോ കർമ്മവും അപരൻ ഉതകുന്ന വിധത്തിൽ ചെയ്യുന്നു. എന്നാൽ തന്നിലേക്ക് മാത്രം ചുരുങ്ങി ജീവിക്കുന്ന കൃപണൻ തന്നിലേക്ക് തിരിഞ്ഞ് തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നതായി തീരുന്നു. ഇത് നമുക്കെല്ലാം പരിചയമുള്ള ഒരു ശ്ലോകമാണ്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായൊരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരണം. നമ്മളുടെ ലോകവുമായുള്ള പാരസ്പര്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവിടെയാണ് ആത്മസുഖത്തിനുള്ള പ്രാപ്തിയുടെ സാധ്യതയുള്ളത്. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടണം, പരനു പരം പരിതാപമേകിടുന്നു, എരിനരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. മനുഷ്യൻ്റെ സഹജ ഗുണം മറ്റെല്ലാത്തിനെയും തന്നിൽ തന്നെ ഉൾക്കൊള്ളുക എന്നതാണ്. ആരെയും ഒന്നിനെയും അവൻ പുറത്തു നിർത്തുന്നില്ല. ഈ സവിശേഷ ഗുണം ഉള്ളിലുള്ള വ്യക്തി തനിക്ക് ഹിതകരമായതും എന്നാൽ മറ്റൊരാൾക്ക് അല്ലലുണ്ടാക്കുന്നതുമായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് തൻ്റെ ആത്മഗുണത്തിന് വിരുദ്ധമായ പ്രവൃത്തി ആയതുകൊണ്ട് ഉള്ളിൽ ഒരു ഛിദ്രം, ഒരു പൊട്ടൽ സംഭവിക്കുന്നു. ഒരു ചില്ല് പ്രതലത്തിൽ പൊട്ടൽ വീണാൽ അതെങ്ങനെയാണോ ക്രമേണ വ്യാപിച്ച് ആ ചില്ല് ആകമാനം തകരുന്നത്, അതുപോലെ സ്വാർത്ഥമായ പ്രവൃത്തികൾ ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നത്, മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്നതായ പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൻ്റെ ആത്മത്തിൽ വിള്ളലുകൾ, പൊട്ടലുകൾ ഉണ്ടാക്കി തൻ്റെ തിരിച്ചറിവുകളാവുന്ന നരകത്തീയിൽ വീണ് സ്വയം ഇല്ലാതാവുന്നു. ലോകത്ത് ആദ്യം ഉരുവും കൊണ്ട ആദി ബീജത്തിൻ്റെയും ആദി സത്തയുടെയും തുടർച്ചയാണ് എല്ലാവരെയും. ഈ ഗുണം സഹജമായി മനുഷ്യനിൽ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെയും മറ്റെല്ലാത്തിനെയും തന്നിൽ ഉൾക്കൊള്ളുക എന്നതാണ് ഒരാളുടെ സ്വാഭാവികമായ അവസ്ഥ. രാവിലെ ജയരഘു പറഞ്ഞ പോലെ ഡാർവിൻ്റെ സിദ്ധാന്തം ഗുരു മനസ്സിലാക്കിയിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം ഉരുവം കൊണ്ട ആദി ബീജത്തിൻ്റെയും ആദി സത്തയുടെയും തുടർച്ചയാണ് ഇവിടെയുള്ള എല്ലാവരും, എല്ലാ വസ്തുവും.
ആത്മത്തിൽ ഛിദ്രം സംഭവിക്കാതെ ലോകവുമായി ഇണങ്ങി വർത്തിക്കാനുള്ള വഴികൾ 29 ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും, മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തു മതല്ലയായിൽ മായാ മനുവുരുട്ടുമിരിക്കിൽ മായ മാറും. ആത്മബോധം കൈവരിച്ച് ജീവിക്കുന്നതിന് ഒരു വഴിയല്ല, പല വഴികളുണ്ട്. സ്വയം ആർജിച്ച അറിവ് പങ്കിട്ടും ശരീരം കൊണ്ടുള്ള അധ്വാനങ്ങളിൽ ഏർപ്പെട്ടും പഠനത്തിലൂടെ നേടിയ അറിവുകൾ പങ്കിട്ടും ലോകവുമായി പാരസ്പര്യത്തിൽ വർത്തിക്കാൻ കഴിയും. ആദി വെളിച്ചവുമായി ഒരുമിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന വഴികൾക്ക് അത് നിറവേറും വിധത്തിൽ വ്യക്തി ഏർപ്പെടുന്ന വൃത്തികൾക്ക്, തൊഴിലുകൾക്ക് ഒരേ മൂല്യമാണുള്ളത്. ബുദ്ധിസത്തിലെ അനിത്യ വ്യക്തമാകുന്ന വരികൾ നോക്കാം. ലോകത്തിൻ്റെ ചലനാത്മക സ്വഭാവവും ഓരോ അരനൊടിയും പേറുന്ന അറിവിൻ്റെ സാധ്യതയെക്കുറിച്ചും 34 ശ്ലോകത്തിൽ പറയുന്നു. അരനൊടി ആദി അരാളിയാർന്നിടും, ഉരുളൽ അതിലേറി ഉരുണ്ടിടുന്നു ലോകം. അറിവിൽ അനാദിയതായി നടന്നിടും, തൻ തിരുവിളയാടലിതെന്ന് ഓർത്തു തേറിടേണം. ഓരോ അരനൊടിയിലും ചലിക്കുന്ന സമയത്തേറിലേറി ഉരുളുകയാണ് ഈ ലോകം. ഇത് ലോകവും ഇവിടുത്തെ എല്ലാ നിലമകളും പരസ്പരം ഒന്നുചേരുന്ന സവിശേഷമായ ഒരു കളിയാണ്. തുടക്കവും ഒടുക്കവുമില്ലാത്ത അറിവിലാണ് ഇവയെല്ലാം ഒരുമിക്കുന്നത്. ലോകമേറിയിട്ടുള്ള തേരിൻ്റെ ചക്രത്തിൻ്റെ നിലം തൊടുന്ന ഭാഗം ഓരോ അരനൊടിയിലും മാറുന്നുണ്ട്. വ്യക്തിതലത്തിൽ, അതുകൊണ്ട് തന്നെ ലോകതലത്തിലും അറിവിൻ്റെ വെളിപ്പെടലുകൾക്കുള്ള സാധ്യത വസ്തുലോകത്തെയും ഇവിടുത്തെ നിലമകളെയും തേരേറ്റിയുള്ള ഓരോ അരനൊടിയും വഹിക്കുന്നുണ്ട്. ഓരോ അരനൊടിയിലും മാറുന്ന വസ്തു ആത്മതലങ്ങളിൽ അറിവിൻ്റെ പുതിയ സാധ്യതകൾ ഉൾച്ചേർന്നിരിക്കുന്നു. ഇനി അറിവ് നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന അനുഭവത്തെക്കുറിച്ച് ഗുരു ഇങ്ങനെ വിശദീകരിക്കുന്നു. ഒരു 10,000 സൂര്യന്മാർ ഒരുമിച്ച് വരുമ്പോഴുള്ള വെളിച്ചം പോലെയാണ് ഉള്ളിൽ വിവേകം ഉദിക്കുമ്പോഴുള്ള അനുഭവം. അറിവിൻ്റെ ഈ പ്രകാശ വിസ്ഫോടനത്തെ തടഞ്ഞു വച്ച് അറിവിനെ ആകമാനം മൂടിയിരുന്ന മായയാകുന്ന, അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ പിളർന്നുകൊണ്ട് ഉയർന്നു വരുന്ന സൂര്യനാണ് അറിവ്. ചില ജീവിത സന്ദർഭങ്ങളിൽ അധമ പ്രകൃതി സുകൃതികളെ പോലും കീഴടക്കും. മനുഷ്യപ്രകൃതിക്ക് സഹജമായ വീഴ്ചകൾ അത് നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ വീഴ്ചകൾ ഒഴിവാക്കാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുകയല്ല വേണ്ടത്. തെറ്റായ പ്രവൃത്തി ചെയ്യുന്നതിലും വിനാശകരമാണത്. തൻ്റെ കാലഘട്ടത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണമെന്നും ഇന്നും നാളെയും നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രവൃത്തിക്കാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. മതത്തെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ ഉൾക്കാഴ്ച വെളിപ്പെടുന്ന ചില ശ്ലോകങ്ങൾ വായിക്കാം. പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവതു കണ്ടലയാതപർന്നിടേണം. ഒരു മതം അന്യനു നിന്യമൊന്നിലോതും കരു അപരൻ്റെ കണക്കിലൂനമാകും. ധരയിൽ ഇതിൻ്റെ രഹസ്യമൊന്നു താനെന്നറിവളവു ഭ്രമമെന്നറിഞ്ഞിടേണം. പൊരുതി ജയിപ്പതസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങി വീല. പരമതവാദീതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഒരു മതമാകുവതിനുരപ്പതല്ല എല്ലാവരും ഇതു വാദികളൊരു മോർക്കുവീല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിവുമിതിൻ്റെ രഹസ്യമിങ്ങശേഷം. വിവിധ മതങ്ങളുടെ സാരം ഒന്നാണെന്ന് കാണാതെ പല യുക്തികൾ പറഞ്ഞ് തങ്ങളുടെ മതം മാത്രം കേമമെന്ന് വിചാരിച്ച് അലയുന്ന അറിവില്ലാത്തവരെ കണ്ട് അലയാതെ ഉറച്ചിരിക്കണം. ഒരു മതം മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നയാൾക്ക് നിന്ദ്യമായി തോന്നാം. ഒരു മതം പഠിപ്പിക്കുന്ന സാരം മറ്റൊരു മതം പിന്തുടരുന്നയാളുടെ നോട്ടത്തിൽ പോരായ്മയുള്ളതാകാം. എല്ലാ മതങ്ങളുടെയും രഹസ്യം ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാകുന്നത് വരെ ഈ ഭ്രമചിന്ത ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു മതത്തോട് പൊരുതി ഒരു മതവും ജയിക്കുകയില്ല. പൊരുതി ഒരു മതത്തെയും ഇല്ലാതാക്കാൻ കഴിയുകയുമില്ല. സ്വന്തം മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നയാൾ ഇത് മനസ്സിലാക്കാതെ പൊരുതി സ്വയം പാഴാകുമെന്ന് മനസ്സിലാക്കണം. ലോകത്ത് തൻ്റെ മതം മാത്രം മതി എന്ന് ചിന്തിക്കുന്നവർ ആരും തന്നെ ഇത് ഓർക്കുകയില്ല. മറ്റു മതങ്ങൾക്കെതിരെ വാദിക്കാത്ത അറിവുള്ളവർ മാത്രം ഈ രഹസ്യം അറിയുന്നു.
എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരം പരിമിത ചിന്തകളിൽ കുരുങ്ങി സ്വന്തം ജീവിതത്തിൻ്റെ സാധ്യതകളും അവർ അപരരാക്കുന്ന മതവിശ്വാസികളുടെ ജീവിതവും പാഴാക്കുന്നത്? 48-ാം ശ്ലോകത്തിൽ ഇത് വിശദീകരിക്കുന്നു. തനുവിലമർന്ന ശരീരി തൻ്റെ സത്ത തനുവിലതെൻ്റെതെന്നു സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു. സാക്ഷാൽ അനുഭവശാലികളാമിതോർക്കിലാരും. ശരീരമായി മാത്രം സ്വയം തിരിച്ചറിയുന്നയാൾ എൻ്റെത് ഇതെൻ്റെത് എന്നൊക്കെ ശരീരത്തിൽ ഒതുങ്ങുന്ന പരിമിത ചിന്തയിൽ ധരിച്ചു പോകുന്നു. ഇവർക്ക് ആത്മസുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ശരീരചിന്ത മറികടന്നവരാണ് സാക്ഷാൽ അനുഭവശാലികൾ. ആത്മസുഖം അനുഭവിക്കാനുള്ള പരിശ്രമമാണ് ലോകത്തിലെ ഏക മതം എന്നു ചിന്തിച്ച് തെറ്റുകളിൽ ചെന്ന് പെടാതെ സ്വസ്ഥമായി ഇരിക്കണം. ആത്മസുഖം അനുഭവിക്കാൻ കഴിയുക എന്നതാണ് മതം ലക്ഷ്യമാക്കുന്നത്. നാരായണ ഗുരുവിൻ്റെ മതത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇവിടെ വ്യക്തമാകുന്നു. ആത്മസുഖം അനുഭവിക്കാനുള്ള പരിശ്രമമാണ് ലോകത്തിലെ ഏക മതം. മതം ലക്ഷ്യമാക്കുന്നത് ആത്മസുഖത്തിൻ്റെ അനുഭവം തന്നെയാണ്. ശരീരചിന്തയിൽ ഒതുങ്ങി ചെയ്യുന്ന പ്രവർത്തികളാണ് മതത്തിന് വേണ്ടി നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നത്. അറിവിൽ എങ്ങനെയാണ് അമരുന്നത് എന്നും ഗുരു വിശദീകരിക്കുന്നു. ഭൂമിയും ജലവും അതുപോലെ കാറ്റും തീയും സൂര്യനും ഞാനെന്ന അറിവും വിദ്യയും മനസ്സും കടലും എന്ന് വേണ്ട എല്ലാ ലോകവും അറിവ് മാത്രമായി ബോധമായി വ്യക്തിയുടെ ആത്മത്തിൽ പരിവർത്തനം ചെയ്യും. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ലോകത്തെ അറിയുന്നത് കാഴ്ചയിലൂടെയാണ്. ഭാഷ ആർജിക്കുമ്പോൾ വാക്കിൻ്റെ ധ്വനിയിൽ, അന്തരാകാശം പ്രകാശമാനമാകുമ്പോൾ കാഴ്ചയുടെ ജാലങ്ങളെല്ലാം മറയും. വീണ്ടും ആ ഇടത്ത് അറിയുന്ന വസ്തുവിനും അറിയുന്ന ആളിനും അറിവിനും പൂർത്തി നൽകുന്ന സ്വരവും അടങ്ങുമ്പോൾ അറിവ് പ്രകാശമായി വ്യക്തിയുടെ ആത്മത്തിൽ നിറയും. നമ്മൾ ആദ്യം കാഴ്ചയിലൂടെ ലോകത്തെ അറിയുകയും തുടർന്ന് നമ്മൾ ഭാഷ ആർജിക്കുകയും അതിലൂടെ കാര്യങ്ങൾ അറിയുകയും സ്വരം അവസാനിക്കുന്നിടത്ത് നമ്മൾ കേട്ടതിനെ മനനം ചെയ്ത് അത് നമ്മളുടെ ആത്മത്തിൻ്റെ ഭാഗമായി മാറും. എന്താണോ അറിയാൻ ശ്രമിച്ചത് അത് തൻ്റെ ഉള്ളിലെ പ്രകാശമായി തന്നിൽ ഉൾച്ചേരും. അങ്ങനെ ഓരോന്നും അറിഞ്ഞറിഞ്ഞു വരുമ്പോൾ അറിയുന്നതെല്ലാം തന്നിൽ ചേർന്ന് വ്യക്തിയുടെ ആത്മം ആദിമഹസ് ആദിസത്ത തന്നെയായി മാറും. പക്ഷെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നില്ല. അതിൻ്റെ കാരണവും ഗുരു വിശദീകരിക്കുന്നുണ്ട്. അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരുമിതിനോടൊരിതന്ത വാമയായും വരുമവ രണ്ടു ലഭങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. നമ്മൾ ഭാഷയിലൂടെ ആദ്യം കാഴ്ചയിലൂടെ മനസ്സിലായ ലോകത്തിന് വാക്കിലൂടെ അറിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എന്ന ഒരു അറിവും ഞാൻ എന്നൊരു ബോധവും ഉരുവം ചെയ്യും. ഇതിൻ്റെ മറുവശത്ത് നമ്മൾ എന്തിനെയാണോ അറിയുന്നത് അതിനെ ഇത് എന്ന് മറ്റൊന്നായി കണ്ട് അങ്ങനെ ഒരു ബോധത്തിലേക്കും നമ്മൾ പ്രവേശിക്കും. എന്നിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒന്നായി അറിയുന്ന വസ്തുവിനെ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നു. ഞാൻ ഇത് എന്ന ഈ പിരിവ് വള്ളികൾ പോലെ പടർന്നു കയറി അറിവ് ആകുന്ന മായാമരം നമ്മുടെ ദൃശ്യതയിൽ നിന്നും മറയുന്നു. അറിയുന്നതിനെ തന്നിൽ നിന്ന് പിരിച്ച് അപരമായി കാണുന്നത് കൊണ്ട് അറിയുന്നത് തന്നിൽ ഉൾച്ചേരാതെ പോകുന്നു. ഈ അവസ്ഥയെ മറികടക്കാൻ എന്താണ് വഴി? അറിയുന്ന വസ്തുവിൽ എഴുന്നു നിൽക്കുന്ന ശക്തിയെ ഇത് എന്ന് വേർതിരിക്കാതെ എന്നിൽ നിന്ന് അന്യമാക്കാതെ ഈ പ്രകാശത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ആദിശക്തി ഈ ലോകത്ത് നമ്മൾ കാണുന്നതെല്ലാം പെറ്റ ആദി ബീജമാണ് എന്ന് അനുഭവിച്ചറിയണം. നമ്മുടെ ബോധത്തെ അതിനോട് ചേർത്ത് മറക്കാതെ ചിന്ത ചെയ്യുന്നത് തുടർന്നുകൊണ്ട് മായ കൊണ്ട് സംഭവിക്കുന്ന ഇത്തരം ഭ്രമചിന്തയെ മറികടക്കണം. ജീവിതത്തിൽ അവസ്ഥാഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭ്രമചിന്ത സ്ഥിതപ്രജ്ഞൻ അല്ലാത്ത വ്യക്തിയെ പിടികൂടാനിടയുണ്ട്. ഉറക്കം പോലെ വന്നു പോകുന്ന നീണ്ട ഒരു കിനാവാണ് അവസ്ഥാഭേദങ്ങളെന്ന്, സ്വപ്നം പോലെ അവസാനിച്ചു പോകുന്നതാണ് ഈ അവസ്ഥാഭേദങ്ങളെന്ന് സ്ഥിതപ്രജ്ഞനല്ലാത്ത വ്യക്തിക്ക് കാണാൻ കഴിയുകയില്ല. കേവല അവസ്ഥകളിൽ അഭിരമിക്കുന്നതിനാൽ അയാൾക്ക് എപ്പോഴും ഭ്രമചിന്ത സംഭവിക്കുന്നു.
ഗുരു നമ്മളോട് പറയുന്നത്, നമ്മളൊരു കഷ്ടത അനുഭവിക്കുമ്പം അതിന് സൂക്ഷ്മതലത്തിൽ അതൊരു കഷ്ടതയായിരിക്കും, പക്ഷെ നമ്മുടെ ജീവിതമാകുന്ന ആ ഒരു വലിയ ചിത്രത്തിൽ അങ്ങനെ അതിൽ നിന്ന് നമ്മൾ നോക്കുമ്പം ആ സമയത്തെ അനുഭവം നമുക്ക് ചെറുതായിട്ട് കാണാനായിട്ട് കഴിയും. ഒരേ സമയം സൂക്ഷ്മമായിട്ടും അതിൻ്റെ സ്ഥൂലത്തിലും കാണാൻ കഴിയണമെന്നാണ് പറയുന്നത്. അലയേറുമാഴിയിലുണ്ട് അനന്തമായ കലയിതു കല്യ അനാദി കാര്യമാകും സലിലരസാദി ശരീരമേന്തി നാനാ ഉരുവായി നിന്നിടുന്നു. അപ്പം നമ്മളുടെ മനസ്സിൽ അലയടങ്ങുവാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തിലെ സൂക്ഷ്മാനുഭവങ്ങളിൽ പെട്ട് നമ്മളുടെ ഭ്രമചിന്ത ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കലയുടെ വലിയ ലോകത്തേക്ക്, കല എന്ന് പറയുമ്പോൾ ഭാവന, ചിന്തയിലൂടെ സാധ്യമാകുന്ന ആ കുതിപ്പ്, അതിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി അറിവും അതുപോലെ അറിയുന്നവനും തമ്മിലുള്ള പാരസ്പര്യം വെളിവാക്കുന്ന ചില വരികൾ നോക്കുവാണ്. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്നു രണ്ടു മോർത്താൽ ഒരു പൊരുളാം ഇതിലില്ല വാദമേതും. അറിവിനെ എൻ്റെ അറിവ് എന്ന് മമ, എല്ലാം എൻ്റെ എന്നുള്ള ഒരു രീതിയിൽ മമതയ്ക്ക് അധീനമാക്കി പറയും. അതിൻ്റെ പരമാർത്ഥം ഓർക്കാതെ അറിവും അറിയുന്നയാളും രണ്ടായി പിരിയുകയില്ല, പിരിഞ്ഞാൽ രണ്ടുമില്ല. അപരമായി കാണാനുള്ള പ്രവണത ഉള്ളതുകൊണ്ട് അറിവിനെ എൻ്റെ അറിവ് എന്ന് നമ്മൾ ധരിക്കരുത്. അറിവ് ചിന്തനം ചെയ്ത് ആർജിക്കേണ്ടതാണ്. പറഞ്ഞു കേട്ടതുകൊണ്ട് അത് നമ്മുടേതാവുകയില്ല. അറിവിൽ നിന്ന് അപരമാകാതെ അറിവിനെ അറിയുകയാണ് വേണ്ടത്. അറിവിൽ നിന്ന് അപരമായി നിന്ന് അറിവിനെ അറിയാൻ കഴിയുകയുമില്ല. ഒരു വസ്തുവും വിഷയം അറിയുമ്പോഴും, നമ്മൾ ഓരോ വസ്തുവും ഓരോ വിഷയം അറിയുമ്പോഴും ഈ പ്രതിസന്ധിയുണ്ട്. അറിവിൽ നിന്ന് അറിയുന്നതിൽ നിന്ന് സ്വയം നമ്മൾ അപരമാകുന്നത്. ആത്മം എല്ലാമായും ഒന്നു ചേരുന്നതാണെന്ന അറിവ് നമ്മുടെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ പിരിയുന്ന ഈ അവസ്ഥയെ നമ്മൾ നിരാകരിക്കണമെന്നാണ് ഗുരു പറയുന്നത്. അതിവിശദമായ ഈ ഓർമ്മ, അതായത് ആദി ബീജത്തിൻ്റെ തുടർച്ചയാണ് ഓരോ വസ്തുവും ഓരോ ആത്മാവും എന്നുള്ളത് വളരെ വിശദമായ ഒരു ഓർമ്മയാണ്. ആ ഓർമ്മയുമായുള്ള നമ്മളുടെ ബന്ധം നമ്മൾ പിടിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ആരും തന്നെ സമനിലയിലെത്തി ഒരിക്കലും നിൽക്കുന്നില്ല. നമ്മളൊരു സവിശേഷ ചിന്തയിലൂടെ അപരത്വത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞാലും മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ ഒരു മനുഷ്യനെ അപരരാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരമായ ചിന്തനത്തിലൂടെ മാത്രമേ അപരചിന്തയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഗുരുവിനെ സംബന്ധിച്ച് ആനന്ദം എന്താണെന്നുള്ളത് ഈ ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്. തുടക്കമില്ലാത്ത അനാദിയായ ഒരു കളിയായിട്ടാണ് പ്രാപഞ്ചിക ആവിഷ്കാരങ്ങളെയും അതിൻ്റെ നിലമകളെയും ഗുരു കാണുന്നത്. ആ കളിയെ അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയും എന്ന് പറയുന്നു. അറിവില്ലാതെ ഈ അറിവില്ലാതെ നമ്മൾ ഈ ലോകത്തെ എല്ലാ വസ്തുക്കളുമായും അതുപോലെ എല്ലാ ആത്മങ്ങളുമായും പങ്കിടുന്ന പാരസ്പര്യം അറിയാതെ നമ്മൾ ചെയ്യുന്ന ക്രിയയെല്ലാം അവിദ്യയാണ്. വളരെ അറിവുള്ള വ്യക്തികൾ പലപ്പോഴും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പം അവർക്ക് എങ്ങനെ അറിവുള്ളവരായിട്ട് നമ്മൾ അവരെ എങ്ങനെ പരിഗണിക്കുമെന്നൊക്കെ ഉള്ള സംശയം നമുക്ക് തോന്നാറുണ്ട്. അത് അവർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവരൊരു പക്ഷേ ആഴത്തിലുള്ള അറിവ് നേടിയിട്ടുണ്ടാവും. പക്ഷേ ഗുരു പറയുന്ന ഈ അറിവ് ആദി ബീജവുമായും ആദി സത്തയുമായും തനിക്കുള്ള പാരസ്പര്യം തിരിച്ചറിയാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രാവീണ്യം നേടി പ്രവർത്തിക്കുന്നത് അവിദ്യയാണെന്നാണ് ഗുരു പറയുന്നത്. അത് ബുദ്ധിയുടെ തലത്തിൽ, ഇവിടെ ബുദ്ധിയും ബോധവും തമ്മിൽ നമ്മൾ ബുദ്ധിയും ബോധവും ഒരിക്കലും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാറില്ല. അത് രണ്ടും ഒന്നാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. പക്ഷെ ബുദ്ധിയും ബോധവും രണ്ടാണെന്ന് ഗുരു ഇവിടെ വ്യക്തമാക്കുന്നു. ബുദ്ധി തലത്തിലാണ് നമ്മൾ ഒരു വിഷയത്തെ അതായി മാത്രം കണ്ട് അതിന് ലോകവുമായിട്ടുള്ള പാരസ്പര്യം മനസ്സിലാക്കാതെ പഠനം നടത്തുന്നത്. ബോധതലത്തിലാവുമ്പം അതിനെ എല്ലാത്തിൻ്റെയും സമഗ്രതയിൽ നിർത്തി നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഭൂമിയെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ ഒരു വിശദീകരണം നോക്കാം. ഭൂമിയിൽ എണ്ണിയാൽ തീരാത്ത പൊടിയുണ്ട്. പൊടിയിലടങ്ങുന്ന ഭൂമിക്ക് മറ്റൊരു ഭാവമോ അർത്ഥമോ ഇല്ല.
അതുപോലെ ശരീരം ബോധത്തിൽ ചേർന്നമർന്നും ബോധം ശരീരത്തിൽ ചേർന്നമർന്നും ഇരിക്കുന്നത് കൊണ്ട് ചിന്തിച്ചാൽ ഇവ ഏകമാണെന്ന് മനസ്സിലാവും. ഗുരു ശരീരത്തിനെയും ബോധത്തിനെ പോലും അപരമായി അല്ലെങ്കിൽ ഒന്നിന് കൂടുതൽ മൂല്യമുള്ളതായിട്ട് കാണുന്നില്ല. ഒന്നും അപരമായിട്ടില്ല എന്നുള്ള സവിശേഷ ചിന്ത. നമ്മൾ പലപ്പോഴും ശരീരത്തെ രണ്ടാം തരമായും ബോധത്തിനെ അതിലും മേന്മയുള്ള ഒന്നായിട്ടും കാണാറുണ്ട്. പക്ഷേ ഗുരു രണ്ടിനും തുല്യമായ സ്ഥാനമാണ് കൊടുക്കുന്നത്. ബോധം ശരീരത്തിൽ അമർന്നും ശരീരം ബോധത്തിൽ അമർന്നും ഇരിക്കുന്നത് നമുക്ക് ചിന്ത ചെയ്ത് ബോധ്യപ്പെടുമെന്നാണ് പറയുന്നത്. ഇനി പ്രകൃതി ജലമായിട്ടും ശരീരം അതിലുള്ള കുമളയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മം കടലായിട്ടും ഞാനെന്ന് നമ്മൾ അവകാശം പറയുന്നതൊക്കെ തിരകളുടെ കൂട്ടമായിട്ടും ഇവയുടെ എല്ലാം അകമലരായിട്ടിരിക്കുന്നത് അറിവാണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഈ അറിവാകുന്ന വിലപ്പെട്ട മുത്തുകൾ അമൃതമായി നുകരുന്നതാണെന്നും 75-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത്തരം അറിവുകളിലേക്ക് എത്തിയാലും അതിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണം മണൽ നിരന്തരം വീണുകൊണ്ടിരിക്കുന്ന ഒരു കുളത്തിൽ ഓളമടങ്ങാത്തത് പോലെ അസത്യങ്ങളുടെ പരമ്പര വീശിയടിക്കുന്നത് കൊണ്ട് നമ്മുടെ ആന്തരിക സത്ത പലപ്പോഴും ചിതറിപ്പോകുന്നു. ഇനി മറ്റൊരു താരതമ്യം പറയുന്നത് അതീന്ദ്രിയമായ ജ്ഞാനം. അതീന്ദ്രിയമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതല്ലാതെ നമ്മുടെ ചിന്തയുടെ ഒരു കുതിപ്പിലൂടെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, അതിനെ ഗുരു ആകാശമായിട്ട് കാണുന്നു. അത് നമുക്ക് വസ്തുലോകത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന അന്ന് വരെ നമുക്കില്ലാത്ത ഒരു ചിന്തയാണ്. അതിനെ ആകാശമായിട്ടും അതുപോലെ പ്രപഞ്ചത്തിൽ പരന്നു കിടക്കുന്ന ശക്തിയെ കാറ്റായിട്ടും അറിവ് തീയായിട്ടും ഇന്ദ്രിയങ്ങൾ ജലവും ഇന്ദ്രിയാനുഭവങ്ങളുടെ വസ്തുവായിട്ട് ഭൂമിയും ഇവ 5ഉം തത്വമായി നിന്നെരിയുന്നു. ഇവയുടെ എല്ലാം, അതായത് നമ്മൾ പഞ്ചഭൂതങ്ങളെന്ന് പറയുന്ന ഇവയുടെ എല്ലാം പൊരുൾ ഒന്നു തന്നെ എന്നും പറയുന്നു. ജനനവും മരണവും ജീവിതവുമില്ല, മനുഷ്യനും ദൈവവുമില്ല. ഇവയെല്ലാം പലതായി ഉള്ളത് പേരിലും രൂപത്തിലും മാത്രമാണ്. മരുഭൂമിയിൽ മരീചിക പോലെ കാണുന്ന ഇതൊന്നും പൊരുളല്ല എന്ന് ഓർക്കണം. ഇതൊരു സ്ഥൂലമായ നോട്ടത്തിൽ ഇവയൊന്നും പൊരുളല്ല എങ്കിലും തൊട്ടടുത്ത് വരുന്ന ഒരു ശ്ലോകത്തിൽ ഓരോരോന്നായി ഇതൊക്കെയുമുണ്ട്. അവിടെ ആദ്യം നമ്മളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അടുത്തായിട്ട് പറയാം, ഓരോരോന്നായി ഇതൊക്കെയുമുണ്ട്, ഒരിനം മറ്റൊന്നിലില്ലതാനും. ഇപ്രകാരം നോക്കിയാൽ ശരീരം മുതലായത് സത്തുമല്ല, ഓർത്താൽ ഇല്ലാത്തതുമല്ല, പറയാനാകാത്തതാണ് എന്ന് പറയുന്നു. സകലവും ഉള്ളതു തന്നെ എന്നും പറയുന്നു. തത്വചിന്താപരമായി നോക്കിയാൽ ഇതെല്ലാം ഏകമായി മനസ്സിലാകും. ആന്തരികമായി അറിഞ്ഞില്ലെങ്കിൽ മായയായ വലിയ ശത്രു പലതരത്തിലുള്ള മതിഭ്രമങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ഒരേ സമയം പലതില്ല എന്നും കാണാനും കഴിയണം, ഓരോരോന്നും ഉണ്ട് എന്നും കാണാൻ കഴിയണം. ഈ രീതിയിലുള്ള സൂക്ഷ്മ കാഴ്ചയിലൂടെ മാത്രമേ ഭ്രമചിന്തയെ മറികടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ശ്ലോകമാണ്. ശ്ലോകം വായിക്കുന്നില്ല, അതിൻ്റെ ഒരു അർത്ഥം മാത്രം പറയാം. ഒരു മുടക്കവുമില്ലാതെ പുറമേ ചെയ്തുകൊണ്ടിരിക്കുന്ന വേലകൾ ഒരു മൂല്യവ്യവസ്ഥയ്ക്ക് വിധേയമായി ചെയ്യുന്നതാകയാൽ നിത്യമായ ആനന്ദം പിരിയാതെ ഇതിനുണ്ട്. പുറമേ ചെയ്യുന്ന വേല ഈ മൂല്യത്തിൻ്റെ കേവലം ബാഹ്യാവിഷ്കാരമാണ്. നമ്മൾ ഓരോരുത്തരും ഏർപ്പെടുന്ന തൊഴിൽ, നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്ത് തന്നെ ആയാലും അതൊരു മൂല്യവ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ട് നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അതിൽ നിത്യമായ ആനന്ദത്തിൻ്റെ സാധ്യതയുണ്ട്. ഒരു സന്യാസിയായിട്ടിരുന്ന് മനനം ചെയ്യുന്നതിലോ അറിവ് ആർജിക്കുന്നതിലോ അല്ല, നമ്മളുടെ നിത്യവൃത്തിക്ക് വേണ്ടി ചെയ്യുന്ന വേലകൾ ഒരു മൂല്യവ്യവസ്ഥയ്ക്ക് അധിഷ്ഠിതമായി ചെയ്യുമ്പോൾ അതിൽ തന്നെ ആത്മാവിഷ്കാരത്തിൻ്റെ സാധ്യതയുണ്ടെന്ന് ഗുരു പറയുന്നു. ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്നുള്ളത് തൻ്റെ ആത്മമാണെന്നും ഈ ആത്മത്തിനോടുള്ള പ്രിയം നിത്യമായതുകൊണ്ട് ആത്മവും നിത്യവുമാണെന്നും ഗുരു പറയുന്നു. അല്പം മുൻപൊരു ശ്ലോകത്തിൽ ഒന്നും നിലമകളായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിസത്ത, വ്യക്തിപരമായ ആത്മം, നമ്മളുടെ തൊഴിൽ അതെല്ലാം തന്നെ ഉണ്ട് എന്നും നമ്മൾ ഏർപ്പെടുന്ന തൊഴിലിൽ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ തന്നെ ആത്മാവിഷ്കാരം നടക്കുന്നുണ്ട് എന്നും പറയുന്നു.
പിന്നീട് അനിത്യമായ ഈ ലോകവും അതിനോട് ചേർന്ന് നിത്യമായ സത്വവും കലർന്നിരിക്കുന്ന അവസ്ഥ നീതികേടായിട്ട് ഗുരുവിന് തോന്നുന്നു. അതായത് നമ്മൾ ഭൗതിക ശരീരങ്ങൾ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും വന്നു പോകും. പക്ഷേ നമ്മളുടെ ആത്മം ആദിസത്തയോട് ചേർത്ത് അറിവ് നേടി ആദിസത്തയോട് അമരുന്നത് കൊണ്ട് തന്നെ അതിലൊരു തുടർച്ചയുടെ സാധ്യതയുമുണ്ട്. എന്നാൽ നശിച്ചു പോകുന്നതും നിത്യമായതും ഒരുമിച്ചിരിക്കുന്നതിലൊരു നീതികേടുണ്ട് എന്ന് അദ്ദേഹം വ്യാകുലപ്പെടുന്നു. വിപുലത രൂപമാർന്ന ആനന്ദവിദ്യയായ വിശ്വവീര്യം മായയോട് ചേർന്ന് ഇറങ്ങി വരുന്നു. ഈ വിശ്വവീര്യം ശരീരം പൂണ്ടതാണ് അണ്ടകടാഹ കോടിയായി വിശ്വം മുഴുവൻ നിറയുന്നത്. അതായത് എല്ലാ ആത്മങ്ങളും ചേരുന്ന ആ വിശ്വവീര്യം അണുവും അഖണ്ഡവും ഉണ്മയും ഇല്ലായ്മയും എന്നിങ്ങനെ വിരുദ്ധമായി കാണുന്നവ രണ്ടായി നിന്ന് വിലസുന്നതും ഉണ്മയും ഇല്ലായ്മയും എന്നീ അനുഭവവും നിലമ നഷ്ടപ്പെട്ട് നിലച്ചു പോവുകയും അണ്ടകടാഹത്തിൽ അമരുകയും അതിലൂടെ അണ്ടകടാഹം പൂർണ്ണത കൈവരിക്കുകയും ഇവിടെ ഉണ്ടാകുന്ന ഓരോ അണുവും അണ്ടകടാഹത്തിൻ്റെ പൂർണ്ണതയുടെ സാധ്യതയാണ്. ആ അണുവും കൂടി അമർന്നെങ്കിൽ മാത്രമേ അണ്ടകടാഹം പൂർത്തിയാവുന്നുള്ളൂ. അഖണ്ഡമായ ആ ശക്തിയിൽ ഓരോ അണുവും അമരും. ഓരോ സൂക്ഷ്മജീവിതവും പൂർണ്ണമാണെന്നും അതും കൂടെ ചേരുമ്പോഴേ അഖണ്ഡമായതും പൂർണ്ണമാവുകയുള്ളൂ എന്നും വ്യക്തമാക്കുന്നു. കൂടുതൽ സുഖം തേടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഒന്നിനെ നമ്മൾ ആരും അറിയുന്നില്ല. മനസ്സും മറ്റെല്ലാവയും അറിഞ്ഞാലും ആത്മത്തിൻ്റെ ഉണ്മ അറിവ് തന്നെയെന്ന് അറിയണമെന്നും ഞാനും അറിവും ഒന്നാണെന്നും ആവരണമഴിഞ്ഞവന് ഇതറിയാൻ സാധിക്കും. എതിർവാദം ഉന്നയിക്കുന്നവർ ഉണ്ട്. അറിവും അഹവും രണ്ടാണെങ്കിൽ അറിഞ്ഞവർ ആരുമില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. ഞാൻ സത്തും ചിത്തും അമൃതവും എന്ന് തെളിഞ്ഞ് സത്തിനോട് ചിത്തിനോടുമുള്ള പ്രതിപത്തിയറ്റ് സത്തിൽ മൃദുവായി അമരണം. അങ്ങനെ പറഞ്ഞാണ് ആത്മോപദേശ ശതകം അവസാനിക്കുന്നത്. ഇപ്പം നാരായണ ഗുരുവിന് ആത്മമെന്നാൽ അറിവിൽ അമർന്ന അതിലൂടെ വിശ്വശരീരത്തിനോടും വിശ്വവീര്യത്തിനോടും നിർമ്മമതയോടെ ചേരുന്ന വിശ്വശരീരത്തോളവും വിശ്വവീര്യത്തോളവും വളർന്ന വ്യക്തിസത്തയാണ്. തുര്യബോധം അഥവാ ആത്മസ്വരൂപത്തെ അവരവരായി അനുഭവിച്ചറിയുന്നതാണത്. ആ കരുവെ നേടലാണ് പരമമായ ലക്ഷ്യം. ഈ പറയുന്ന അറിവെല്ലാം സാധ്യമാകുന്നത് മനനത്തിലൂടെയാണ്. മുൻപ് ഗുരു പറഞ്ഞതുപോലെ മറ്റൊരാൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞു തന്നതുകൊണ്ട് നമുക്കറിയാൻ സാധിക്കുകയില്ല. ചിന്തിച്ചും മനസ്സിലാക്കിയും ആ മനസ്സിലാക്കിയ കാര്യം ശരിയാണോ എന്ന് സ്ഥിരീകരിച്ചും നമ്മുടെ ആത്മത്തെ നിരന്തരം പരിവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ രീതിയിലൊക്കെ രൂപപ്പെട്ടു വന്ന തൻ്റെ ആത്മത്തെക്കുറിച്ച് അതിവിശദമായി ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചോ എന്ന രീതിയിലല്ല പറയുന്നത്. ഇത് ഓരോന്നും നമ്മൾ ചിന്ത ചെയ്ത് ഉൾക്കൊള്ളണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ വർത്തമാനകാലത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യാൻ 1 നൂറ്റാണ്ട് മുൻപ് കേരളത്തെ ഉടച്ച വാർത്ത നാരായണ ഗുരുവിൻ്റെ കൃതികൾക്ക് സാധിക്കും. സഹോദരൻ ചെയ്തതുപോലെ അവയെ നമ്മുടെ കാലത്തിനനുസരിച്ച് പുനർവായന നടത്തുകയാണ് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും ഗുരുവിൻ്റെ രചനകളുമായും അതിലൂടെ തന്നെ ഗുരുവുമായും വിമർശന ബുദ്ധിയോടെ എൻഗേജ് ചെയ്യാനാണ് ഗുരു ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിലൂടെ ഗുരുവിനെ ജീവിക്കാൻ നമ്മൾ അദ്ദേഹത്തെ വായിക്കുകയാണ് വേണ്ടത്. ഒരു ജനായത്ത സമൂഹത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ജനായത്തം എന്നത് പണിത് കഴിഞ്ഞ ഒരിടമല്ല, അത് നിരന്തരം നമ്മൾ പണിതുകൊണ്ടിരിക്കേണ്ടുന്ന ഒരിടമാണ്. നമ്മുടെ വീട്ടിലെ കാര്യം ആലോചിച്ചാൽ തന്നെ അറിയാം. നമ്മുടെ സഹോദരരായിട്ടും ആർക്കാണോ പറ്റുന്നത് അവർ മറ്റേയാളുടെ മേൽക്കൈ നേടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മളൊരു ഡെമോക്രാറ്റിക്കായിട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കണം. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ആത്മത്തെ അറിയുക എന്നാൽ ഭൗതിക ലോകവും ആകമാനം വ്യക്തിയുടെ ഉള്ളിൽ നിറയുകയും വ്യക്തി ലോകമാകമാനം പടരുകയും ചെയ്യുന്ന സവിശേഷ അനുഭൂതിയാണ്. അനുഭവാതീതമായതിനെ അനുഭവവേദ്യമായി ജീവിക്കാൻ ഗുരുകൃതികൾ നമുക്ക് വഴികാട്ടിയാവും.
അതിനുള്ളൊരു സാധ്യത എന്നുള്ള നിലയ്ക്ക് ആത്മോപദേശ ശതകം വായിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പങ്കിടാനാണ് ശ്രമിച്ചത്. ആനന്ദത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളുമായിട്ടും എല്ലാ ആത്മസത്തകളുമായിട്ടും അപരചിന്തയില്ലാതെ ഒരുമിച്ച് പോകാൻ കഴിയുന്നതിലൂടെ പ്രാപിക്കാൻ കഴിയുന്ന ഒരു ഇടമായിട്ടാണ് ഗുരു പറയുന്നത്. ഈ ആനന്ദം അനുഭവിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ സാധ്യതയെന്നും ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നു. ഇങ്ങനൊരു അവസരം തന്ന എല്ലാവരോടും സന്തോഷം പങ്കിട്ടുകൊണ്ടും ഇവിടെ കാണുന്ന വളരെ ചിഹ്നപരമായി നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ബുദ്ധനും ശ്രീനാരായണ ഗുരുവും അംബേദ്കറും ഒരുമിക്കുന്ന ശ്രീനാരായണ സഹോദര ധർമ്മ സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാനും ഇങ്ങനെ സംസാരിക്കാനും അവസരം തന്നതിലുള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.